വലിയ വേദനയിലും ക്ലേശത്തിലുമൊക്കെ ഇങ്ങനെയുള്ള വചനമാണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണ് വരുന്നത്. ഈ ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ കാണണമെങ്കിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങളൊക്കെ എടുത്തെന്നിരിക്കും. ഇത്രയും സമയം നിങ്ങൾ പേഷ്യൻ്റായിട്ട് വിശ്വാസത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയേ പറ്റത്തുള്ളൂ. പക്ഷേ യേശു അവരോട് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നോ എനിക്ക് മനസ്സാണ് നിങ്ങളെ സൗഖ്യമാക്കാനെന്നോ ഒന്നും അല്ല പറയുന്നത്. യേശു അവരോട് വളരെ വ്യത്യസ്തമായ ഒരു സെന്റൻസ് ആണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് മുതൽ യാത്ര തുടങ്ങുക. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്റ്റ്. നസ്രേനായ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ യാദൃശികമായിട്ട് 40 വർഷമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തകന്റെ ഒരു വലിയ സീനിയറായും ഒരു വലിയ ഫേമസുമായ ഒരാളുടെ പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിന്റെ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ വചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ദൈവം എല്ലാ രോഗങ്ങളും ഭേദമാക്കുമെന്ന്. ദൈവം എല്ലാ രോഗമൊന്നും ഭേദമാക്കത്തില്ല, അതൊക്കെ വെറുതെയാണ്, ആൾക്കാരെ പറ്റിക്കാൻ പറയുന്നതാണെന്ന്. ഇത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. കാരണം ഡോക്ടർമാർ പോലും കൈവെടിഞ്ഞ അവസ്ഥയിൽ പല രോഗികളും ദൈവത്തിൽ നിന്ന് അത്ഭുതപരമായിട്ട് അവർക്ക് രോഗശാന്തി കിട്ടും എന്നുള്ള ആ ഒരു ഹോപ്പോടുകൂടിയായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത്. അങ്ങനെയുള്ളവർ ആ അവസ്ഥയിൽ ആ വലിയ വേദനയിലും ക്ലേശത്തിലുമൊക്കെ ഇങ്ങനെയുള്ള വചനമാണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണ് വരുന്നത്. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൂടെ പോകും. കാരണം വലിയ പാസ്റ്റേഴ്സ് ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ദൈവം എല്ലാ രോഗവും ഭേദമാക്കത്തില്ല, രോഗം ഭേദമാക്കുക എന്നതല്ല ദൈവത്തിൻ്റെ താല്പര്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പല വിശ്വാസികളെയും കുഴിയിലേക്ക് ഒന്നുകൂടെ ചവിട്ടി താഴ്ത്തുന്നതിന് തുല്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ അടുത്ത് വന്ന എല്ലാവർക്കും രോഗശാന്തി ഉണ്ടായി. രോഗശാന്തി കൊടുക്കാതെ തിരിച്ചു വിട്ടിട്ടില്ല. അവൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും സൗഖ്യമായാണ് അവൻ്റെ അടുക്കൽ നിന്ന് പോയത്. രോഗമുള്ളവരെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവരെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും. ഈ വചനം നിങ്ങൾ റിസീവ് ചെയ്യുക. യേശുക്രിസ്തുവിന് മനസ്സാണ് നിങ്ങളെ സൗഖ്യമാക്കാൻ. യേശുക്രിസ്തു നിങ്ങളെ എല്ലാവരെയും പൂർണ്ണ സൗഖ്യം തന്ന് അവൻ്റെ രക്ഷ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള വിശ്വാസം വേണം. വിശ്വസിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ശരീരം സൗഖ്യം ആകാൻ തുടങ്ങിയിരിക്കും. ഈ ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ കാണണമെങ്കിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങളൊക്കെ എടുത്തെന്നിരിക്കും. ഇത്രയും സമയം നിങ്ങൾ പേഷ്യൻ്റായിട്ട് വിശ്വാസത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അല്ലെ, നമ്മുടെ ശരീരത്തിൽ സൗഖ്യം കാണാത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ രോഗം മാറുന്നത് വരെ യേശുക്രിസ്തു രോഗം മാറ്റി എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ 10 കുഷ്ഠരോഗികളുടെ ആ ഒരു സ്ക്രിപ്ചറാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ്. ഇത് സാധാരണയായിട്ട് ആൾക്കാരും മെസ്സേജിൽ ഉൾപ്പെടുത്താത്ത ഒരു വേദഭാഗമാണ്. 10 കുഷ്ഠരോഗികളാണ് യേശുവിനെ കാണാൻ, അവർക്ക് സൗഖ്യം നേടാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഈ കുഷ്ഠരോഗികളെ അശുദ്ധരായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് അവർ യേശുവിൻ്റെ അടുക്കൽ വരാൻ പോലും അവർക്ക് മടിയായിരുന്നു. അവർ ദൂരെ മാറി നിന്നാണ് യേശുവിനോട് പറയുന്നത്, യേശുവെ ഞങ്ങളെ നീ സൗഖ്യമാക്കണമേ എന്ന്. യേശു അവരോട് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നോ എനിക്ക് മനസ്സാണ് നിങ്ങളെ സൗഖ്യമാക്കാനെന്നോ ഒന്നും അല്ല പറയുന്നത്. യേശു അവരോട് വളരെ വ്യത്യസ്തമായ ഒരു സെന്റൻസ് ആണ് പറയുന്നത്. നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുഷ്ഠരോഗികളൊക്കെ അവരെ അശുദ്ധരായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ രോഗം മാറിയാൽ ഇവർ പോയി പുരോഹിതന്മാരെ കാണിച്ച് അതൊരു സർട്ടിഫിക്കേഷനാണ്. പുരോഹിതനാണ് സർട്ടിഫൈ ചെയ്യുന്നത് ഇവർ ശുദ്ധരായി. യേശു പറയുന്നത് കേട്ട് അവരങ്ങ് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. As they went, they got cleansed. അവർ പോകുന്ന വഴിയിലാണ് അവർക്ക് രോഗത്തിന്റെ സൗഖ്യം വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരെയും സൗഖ്യമാക്കും എന്ന് എല്ലാവരും പറഞ്ഞു നടക്കുന്ന ആ യേശു അവരോട് മുമ്പോട്ട് നടക്കാൻ പറയുമ്പോൾ സൗഖ്യം അവരുടെ ശരീരത്തിൽ വന്നിട്ടില്ലായിരുന്നു. എന്നിരുന്നിട്ടും അവര് യേശു പറഞ്ഞതനുസരിച്ച് അത് കേട്ട് വിശ്വസിച്ച് അവർ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ അവർക്ക് യേശു പറഞ്ഞതുപോലെ തന്നെ സൗഖ്യം വരികയും ചെയ്തു. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണെന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ യാത്ര തുടങ്ങുക. പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ആഴ്ചകളോ മാസങ്ങളോ എടുത്തിരിക്കും. പക്ഷേ വാക്ക് പറഞ്ഞവൻ നിങ്ങളെ സൗഖ്യമാക്കാതെ ഒരിക്കലും വെറും കൈയായിട്ട് തിരിച്ചു വിടുകയില്ല. കാരണം നിങ്ങൾ വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സൗഖ്യദാതാവിൻ്റെ അടുത്താണ്. പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, നിങ്ങളുടെ സിംറ്റംസ്, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ വയ്യാഴികകൾ, നിങ്ങളുടെ ഡോക്ടേഴ്സ് റിപ്പോർട്ട്,
സ്പോർട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് അവിടെ തന്നെ നിൽക്കുക. എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു തരുന്ന ആ സൗഖ്യം കണ്ട് യേശുവിനെ വാഴ്ത്തി സ്തുതിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആരൊക്കെ എത്ര വലിയ പ്രാസംഗികരാണ് പറയുന്നതെങ്കിലും വിശ്വസിക്കാതിരിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിന് രോഗികളോട് വല്ലാത്ത മനസ്സലിവുള്ളവനാണ്. fall in love with this word of God and fall in love with Jesus.